അങ്ങയുടെ ഈ രണ്ടാം ഊഴത്തിനിടയിൽ ഒരു സമയത്ത് ഈ മുസ്ലിം ന്യൂനപക്ഷം അവർക്ക് അങ്ങയുടെ വല്ലാത്തൊരു വിശ്വാസം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അവരുടെ താല്പര്യങ്ങൾ ഈ BJP ഭരണകാലത്ത് ലംഘിക്കപ്പെട്ടാൽ ഒരു കാവലാൾ പോലെ പിണറായി വിജയൻ എന്ന പൊതുപ്രവർത്തകൻ ഉണ്ടാകുമെന്നൊരു ധാരണ വരികയും എന്നാൽ കുറച്ചു കാലം കഴിയുമ്പോൾ വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള ചില ആളുകൾ അവരുടെ നാവുപിഴ കൊണ്ട് പറഞ്ഞ ചില വാക്കുകൾ അങ്ങ് വെള്ളാപ്പള്ളി കൊടുക്കുന്നൊരു സൗഹൃദവും ചങ്ങാത്തവും അവരിലൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ഇട വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. നമ്മുടെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ആശങ്കയുണ്ട് എന്നുള്ളത് ശരിയാണ്. അത് രാജ്യത്തെ സാഹചര്യമാണ് പൊതുവിൽ അത്തരമൊരു ആശങ്കക്കിടയാക്കുന്നത്. ഇവിടെ പൗരത്വ നിയമ ഭേദഗതി വല്ലാത്ത ആശങ്ക ഉയർത്തിയല്ലോ. പക്ഷേ പൗരത്വ നിയമ ഭേദഗതിയുടെ കാര്യത്തിൽ ഞങ്ങളാണല്ലോ പരസ്യമായി നിലപാടെടുക്കുന്നത്. ഒരു ഗവൺമെൻറ് എന്ന നിലക്ക് കേരളമാണല്ലോ ആദ്യത്തെ നിലപാടെടുക്കുന്നത്. ആ നിയമം ഇവിടെ നടപ്പാക്കില്ല എന്ന് തന്നെ പറയാൻ തയ്യാറായല്ലോ. അപ്പോൾ പലരും ചോദിച്ചു അതെങ്ങനെയാണ് ഒരു നിയമം രാജ്യത്താകെ നടപ്പാക്കുമ്പോൾ ഒരു സംസ്ഥാനത്ത് നടപ്പാക്കില്ല എന്ന് പറയുക എന്ന് ചോദിച്ചവരുണ്ട്. പക്ഷേ ഞങ്ങളത് ആവർത്തിച്ചല്ലോ. മാത്രമല്ല അതിനെതിരെ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങിയല്ലോ, നിയമപോരാട്ടത്തിനും പോയല്ലോ. അതൊക്കെ ന്യൂനപക്ഷങ്ങൾ പ്രത്യേകമായി കാണുന്ന കാര്യമാണ്. ഇനി അതിൻ്റെ തുടർച്ചയായി SIR വന്നപ്പോൾ ആ SIRൻ്റെ ഭാഗമായി ദുരുദ്ദേശപരമായി നടപ്പാക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ പ്രശ്നങ്ങൾ ഞങ്ങൾ ഉയർത്തിയല്ലോ. അതിൻ്റെ തുടർച്ചയായി കേരളത്തിൽ കാണേണ്ട ഒരു കാര്യം, കേരളത്തിൽ ഇപ്പോൾ ഈ തരത്തിൽ എന്തെങ്കിലും ഒരു ആശങ്കക്ക് വഴിയുണ്ടോ? നമ്മൾ നേറ്റിവിറ്റി കാർഡ് കൊണ്ടുവന്നില്ലേ? നേറ്റിവിറ്റി കാർഡ് എന്ന് പറയുന്നത് ഞാൻ കേരളത്തിൻ്റെ സന്തതിയാണ് എന്ന് കാണിക്കാനുള്ള കാർഡാണല്ലോ. വലിയ അംഗീകാരമല്ലേ, ഒരു ഔദ്യോഗിക രേഖയല്ലേ. നിങ്ങളെ ആർക്കും തൊടാൻ പറ്റില്ലല്ലോ. നമ്മുടെ ന്യൂനപക്ഷങ്ങൾക്ക് ദേശീയ തലത്തിലാകെ അരക്ഷിത ബോധമുള്ളപ്പോൾ കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ ഈ കാർഡും കയ്യിൽ വെച്ച് നല്ല ആത്മവിശ്വാസത്തോടെ നിൽക്കാമല്ലോ. ഏത് ഏജൻസി വന്നാലും അവരുടെ മുന്നിൽ ഈ കാർഡ് കാണിക്കാമല്ലോ. ഞാൻ കേരളത്തിൻ്റെ പൗരനാണ്, കേരളത്തിൻ്റെ സന്തതിയാണ്. അതിന് അധികാരം സംസ്ഥാന ഗവൺമെൻറ്റുണ്ട് നേറ്റിവിറ്റി കാർഡ് കൊടുക്കാൻ. അതാണ് ഞങ്ങൾ ഉപയോഗിച്ചത്. രാജ്യത്ത് എവിടെയെങ്കിലും അങ്ങനെ ഒരു നിലയുണ്ടോ കേരളത്തിലല്ലാതെ? അപ്പോൾ ഞങ്ങൾ സ്വീകരിക്കുന്ന നിലപാട് പ്രതിജ്ഞാബദ്ധമായ നിലപാടാണ്. അത് ജനാധിപത്യ സംവിധാനത്തിൽ ന്യൂനപക്ഷ സംരക്ഷണം പ്രധാനമാണ്. ആ നിലപാട് ഞങ്ങൾ എപ്പോഴും തുറന്നു പോവുക തന്നെയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.